വയനാട് മുട്ടിൽമലയിൽ പുലിയുടെ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്? യുവാവിന് പരിക്കേറ്റെന്നറിയുന്നു. സാരമായ പരിക്കാണോ യുവാവിനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെ പരിക്ക് വളരെ നിസ്സാര പരിക്കാണ്. 12 മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. മാനന്തവാടി കൊയിലേരി സ്വദേശി കല്ലുമട്ടൽ ചോലവയൽ വിനീതാണ്. റാട്ടക്കൊല്ലി പാറ്റാനി എസ്റ്റേറ്റിൽ തൊഴിലാളിയാണ്. 36 വയസ്സുള്ള അദ്ദേഹത്തിനാണ് ഇന്ന് മുട്ടിൽമലയിൽ വെച്ചുള്ള പുലിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. നിസ്സാര പരിക്കുകളാണ് ഉള്ളത്. കാഴ്ചയിൽ അതൊരു പൂച്ച മാന്തിയതുപോലെയുള്ള അടയാളം മാത്രമാണ് ഉള്ളത് എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ കൈനാട്ടിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് പുലിയുടെ ആക്രമണം ഉണ്ടായത് അത്ര ജനസാന്ദ്രത ഏറിയ ഒരു പ്രദേശമല്ല. ഒരു മുട്ടിൽ മലയോട് ചേർന്നിട്ടുള്ള സ്വകാര്യ എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരു എസ്റ്റേറ്റ് അല്ല. ഒരു കാട് മൂടി കിടക്കുന്ന അടിക്കാടുകളും വലിയ ഒക്കെ ചേർന്ന് കിടക്കുന്ന വലിയ മുട്ടിൽ മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിസ്സാര പരിക്കുകളാണ് ഉള്ളത് എന്നത് ആശ്വാസകരമാണ്. എന്തായാലും പ്രദേശത്ത് വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. പിന്നീട് ഈ പുലിയെ കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. യെസ്, അതോടൊപ്പം അനീസ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കടുവയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ മുറിവുകളുണ്ട്. 4ഓളം മുറിവുകൾ കടുവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. മറ്റ് മെറ്റലുകളോ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതായത് വെടിയേറ്റോ എന്നുള്ളതിൽ ഒരു ഉത്തരമായിരിക്കുന്നു. അല്ല, വെടിയേറ്റോ എന്ന കാര്യത്തിൽ ഉത്തരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അത് പറയുന്നുണ്ട്. തങ്ങൾ വെടിവെച്ചിട്ടില്ല എന്നും അതുപോലെ മെറ്റലൊന്നും ലഭിച്ചിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. അത് വിശ്വാസത്തിലെടുക്കുക മാത്രമേ നമുക്കിപ്പോൾ വഴിയുള്ളൂ. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ മറ്റു മാർഗങ്ങളില്ല. വനം വകുപ്പ് പറയുന്നത് അംഗീകരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് പറയുന്നത് തങ്ങൾ വെടിവെച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഇന്ന് ഉത്തരമേഖല CCF KS ദീപ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് 12:30 കടുവയെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് 2:30 നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നവർ പറയുന്നത്. അതിനുശേഷം പിന്നെ കടുവയെ കാണാതായിട്ടുണ്ട്. 6:30 പിന്നീട് കടുവയുടെ ജഡം കാണുന്നത് എന്നവർ പറയുന്നുണ്ട്. അറ്റംപ്റ്റ് നടത്തിയതിനെ കുറിച്ച് അവർ അറ്റംപ്റ്റ് നടത്തി എന്ന് തന്നെയാണ്, ഒരു വെടിവെച്ചിട്ടുണ്ട്. അത് പക്ഷേ കടുവയുടെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കൊണ്ടത് തന്നെയാണോ, അല്ലെങ്കിൽ ആ വെടിവെച്ചത് തന്നെയാണോ മരണകാരണം എന്ന കാര്യത്തിലൊന്നും അപ്പോഴും അതിനുശേഷമോ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അവർ ഒരു അറ്റംപ്റ്റ് നടത്തി എന്നത് മാത്രമാണ് ആ ഘട്ടത്തിൽ KS ദീപ, ഉത്തരമേഖല CCF ആണ് അവർ പറഞ്ഞത്.